പാട്ടിൻ്റെ സഖിമാർ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുരുവി മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പുതിയ കാലത്തെ മലയാള ഗാനശാഖയുടെ പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങൾക്ക് നായകത്വം വഹിക്കുന്ന അക്ഷരചാരുത കൊണ്ടും വേറിട്ട പ്രയോഗങ്ങൾ കൊണ്ടും ഉള്ളടക്ക സ്വീകാര്യത കൊണ്ടും വരും കാല കൾട്ട് ക്ലാസിക് ഗാനങ്ങൾക്ക് ജീവൻ നൽകുന്നതിൽ പ്രധാനിയായ ഒരു യുവഗാനരചയിതാവായ ഡോക്ടർ മനു മഞ്ജിത്ത്. നീലാമ്പലിൻ ചേലോടെൻ കനവാകുമാറാണവൾ നൂറായിരം മോഹങ്ങളിൽ മിഴിച്ചിന്നാരാണവൾ അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. 2014 ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിലൂടെ ഗാനരചയിതാവായി തുടക്കം കുറിച്ച് വ്യത്യസ്തവും ജനപ്രിയവും ഒട്ടേറെ അർത്ഥതലങ്ങളുള്ള ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഡോക്ടർ മനു മഞ്ജിത്തിന്റെ പ്രിയ പത്നി ഡോക്ടർ ഹിമയാണ് ഇന്ന് നമ്മളോടൊപ്പം. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാ മധുരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ. ഒരാള് മിഠായി പോലെയുള്ള വെള്ള ഗുളികകൾ കൊണ്ട് രോഗം ഭേദമാക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർ, മറ്റേ ആള് നമ്മുടെ നാട് ലോകത്തിന് സമ്മാനിച്ച ചവർപ്പിന്റെയും കയ്പിന്റെയും ഒക്കെ ഔഷധമേന്മ കൊണ്ട് രോഗം ഭേദമാക്കുന്ന ആയുർവേദ ഡോക്ടർ. അപ്പോൾ മനു മഞ്ജിത്ത് എന്ന ഗാനരചയിതാവ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കലാപ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു, സജീവമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഹിമ എങ്ങനെയാണ്, കലാപ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നോ, എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെ വെച്ചാൽ അധികം കലാരംഗമായിട്ട് അങ്ങനെ ബന്ധമില്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നത്. പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പദ്യം ചൊല്ലൽ, അതുപോലെ ഭഗവത്ഗീത പാരായണം, ഞാൻ ചിന്മയ മിഷനിലാണ് പഠിച്ചത്. അപ്പോൾ ഭഗവത്ഗീത നമ്മളവിടെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഭഗവത്ഗീത പാരായണത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അല്ലാതെ അങ്ങനെ എഴുത്ത്, അങ്ങനെ സാഹിത്യപരമായ കാര്യങ്ങളിലൊന്നും അധികം ഇല്ല. അതെ, പാട്ടിനെ കുറിച്ചൊക്കെ അധികം ശ്രദ്ധിക്കുന്നതും അതിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലുന്നതും ഒക്കെ, എഴുതിയത് ആരാണ്, സംവിധായകൻ ആരാണെന്നൊക്കെ ഇപ്പൊ കല്യാണത്തിന് ശേഷമാണ് കൂടുതലായിട്ട് അതിനെ കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയത്. സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ അച്ഛൻ അങ്ങനെ സിനിമയൊന്നും കാണിക്കാൻ കൊണ്ടുപോകാറില്ല. ടിവിയിൽ വരുന്ന, ദൂരദർശനിലൊക്കെ വരുന്ന പോലത്തെ സിനിമകളൊക്കെ അങ്ങനെ കാണാറുണ്ട്. ഡോക്ടറുടെ പ്രപ്പോസൽ വന്ന സമയത്ത് ഡോക്ടർ എന്നതിലുപരി ഒരു ഗാനരചയിതാവാണെന്നുള്ള കാര്യം അറിയാമായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത്?
അതെ, നമ്മുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് വഴിയാണ്, അതായത് കോമൺ റിലേറ്റീവ് വഴിയാണ് ഈ പ്രപ്പോസൽ വന്നത്. അവരന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ഡോക്ടറാണ്, അതിലുപരി ഒരു ഗാനരചയിതാവും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് ഹൗസ് സർജൻസി ചെയ്യുന്ന സമയം, അപ്പം അന്ന് ഇത് പ്രപ്പോസൽ വന്നതെന്ന് പറഞ്ഞ ദിവസം ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കുകയാണ് ഏതൊക്കെയാ പാട്ട് എഴുതിയത് എന്നുള്ളതൊക്കെ. ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാനന്ന് പറഞ്ഞു എനിക്ക് ഇതുമായിട്ട് അത്ര ബന്ധമില്ല, ഈ മേഖലയിൽ എനിക്ക് അത്ര ബന്ധമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. പിന്നെ കല്യാണമൊക്കെ ആയ സമയത്ത് ഞാനൊരു മുൻകൂർ ജാമ്യം പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കഴിവുകളോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ശേഷമാണ് കൂടുതൽ പാട്ടിനെ കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയതും ഒക്കെ. അവര് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് എഴുതിയത്, ആരൊക്കെയാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് എന്നൊക്കെ. ഇവര് വിളിക്കുമ്പോ ഇങ്ങനെ ചോദിക്കും ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഏത്, രവീന്ദ്ര മാഷിന്റെ പാട്ടുകൾ ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? 10 വർഷം. 10 വർഷമായി അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു ഈ തുടക്കത്തില്? ഇപ്പം ആദ്യം തന്നെ ഒരു പരിചയമില്ലാതെ, അതുമല്ല അത് വ്യത്യസ്തമായൊരു മേഖലയിൽ നിന്നാണല്ലോ ഡോക്ടർ വരുന്നത്. അപ്പം ഇവിടെ വന്നപ്പോ ഇവിടെ എല്ലാവരും കലാപരമായിട്ട് ഉള്ള ആളുകള്, അപ്പൊ ഇവിടെ വന്നപ്പോ ഡോക്ടറിന് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം? ഞാൻ വലിയൊരു പേടിയോട് കൂടിയാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ഇപ്പൊ കല്യാണത്തിന് ശേഷമാണ് ഇവര് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, കാരണം എനിക്കിതിനെ കുറിച്ച് പറയാനോ സംസാരിക്കാനോ ഒക്കെ അതിനകത്തില് എന്താ പറയാ ഇന്ററാക്ട് ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു, അറിയില്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പതുക്കെ എല്ലാം ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങി. അവര് പറയാറുണ്ട് എല്ലാ ഇൻസിഡൻസും അവർ എഴുതാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം പറയാറുണ്ട്. അങ്ങനെ പഠിച്ചു വരുന്നു. ഈ വരികളൊക്കെ എഴുതുന്ന സമയത്ത് ഡോക്ടറിനോട് അഭിപ്രായം ചോദിക്കാറുണ്ടോ? നിങ്ങൾ രണ്ടുപേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിനകത്ത് ഡോക്ടർ എഴുതുന്നത് ഇങ്ങനെ അഭിപ്രായം ചോദിക്കാറൊക്കെ ഉണ്ടോ? അതെ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വരി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് അവരെല്ലാം എഴുതുന്ന എല്ലാം പാട്ടുകളെല്ലാം ലൈൻസ് വെച്ച് അവർ അതിനകത്ത് ഇടാറുണ്ട്. അപ്പൊ ഞാൻ നോക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവില്ലാത്തതിന്റെ പ്രശ്നം. പക്ഷെ എല്ലാത്തിനും അഭിപ്രായം ചോദിക്കാറുണ്ട് അവര്. ഇത് മതിയോ, ഇത് അങ്ങനെ വെച്ചാൽ നന്നാവോ, ഇങ്ങനെ വെക്കണോ എന്നൊക്കെ നമുക്ക് അറിയില്ലെങ്കിലും ഒരു നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് അല്ലെ, ഒരു പ്രേക്ഷകൻ അല്ലെ, പ്രേക്ഷക എന്നുള്ള ഒരു രീതിയിൽ നമുക്കൊരു അഭിപ്രായം അത് പറഞ്ഞു കൊടുക്കാൻ. എനിക്ക് തോന്നുന്നു ഒരു വടക്കൻ സെൽഫി, അതൊക്കെ കല്യാണം ഉറപ്പിച്ചിട്ട് എഴുതിയ സിനിമയാണ് വടക്കൻ സെൽഫി. അതിൽ നീലാമ്പലിൻ പാട്ടൊക്കെ അതുപോലെ അവര് വരികളൊക്കെ അന്ന് ചോദിച്ചിരുന്നു, ഞാൻ അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പാട്ടാണ്, അതൊരു സ്പെഷ്യൽ പാട്ടാണ്. അപ്പൊ അത് തുടക്കം ആദ്യം അഭിപ്രായം ചോദിച്ച പാട്ട് അതാണെന്ന് തോന്നുന്നു. ആതിര ഒരു മികച്ച ഗായികയാണെന്ന് എനിക്ക് അറിയാം. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്പെഷ്യൽ പാട്ട് ഒരു 4 വരി പാടിത്തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഞാൻ ആ പാട്ട് ഇറങ്ങിയ സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു അത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു പാട്ട് പാടാം. നീലാമ്പലിൻ ചേലോടേൻ കനവാകുമാരാണവൾ, 100,000 മോഹങ്ങളിൽ മിഴിച്ചിമ്മുമാരാണവൾ, കരളിലെ വരമുരളിയിലൊരു തരളിതലയരാഗം, അതിലൊരു ശ്രുതിയാകുന്നുവോ, കുളിരെഴുമൊരു മുകിലുരുകിയ മഴ തൊടുമതിലോലം, മനസ്സിലെ അനുരാഗങ്ങളിൽ ആരാരോ നീയാരോ അഴകേ, നിന്നാകെ മിന്നും നിലവായി, കാതോരം തേനൂറും ഈണങ്ങൾ മീട്ടാനായി എന്നും വരുമോ. എല്ലാ പാട്ടും ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ തന്നെയാണ്. നേരം തിരുവാവണിരാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഓണപ്പാട്ട് എന്നുള്ളത് തിരുവാവണിരാവ് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. പിന്നെ ഗോതയിലെ ആരോ നെഞ്ചിൽ നല്ല ലവ് സോങ്. അതെ. പിന്നെ ഏറാമിലെ അങ്ങുവാനക്കോണില് കിളിയെ സോങ് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ വേട്ടയിലെ രാവുമായവേ എന്നുള്ളൊരു പാട്ടുണ്ട്, അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള. അങ്ങനെ പോകുന്ന ഒരുപാട് നേരം ഉണ്ട് പാട്ടുണ്ട്. മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം, ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നു
കോഴിക്കോടിൻ്റെ ഒരു ചുറ്റുപാടെന്ന് പറയുന്നത് ഒരുപാട് സംഗീത പാരമ്പര്യമുള്ള ഒരു ചുറ്റുപാടാണല്ലോ. അപ്പം ഈ ഒരു ചുറ്റുപാട് മനു മഞ്ജിത്തിലെ കലാകാരനെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? തീർച്ചയായിട്ടും കോഴിക്കോട് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള കോഴിക്കോടിൻ്റെ ഒരു സ്നേഹം, നമ്മളെപ്പോഴെപ്പോഴും പറയുന്ന ആ ഒരു സഹൃദയത്വം, ആ ഒരു ആതിഥേയത്വം. അപ്പോൾ ഇതൊക്കെ പിന്നെ കോഴിക്കോട് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പാരമ്പര്യം എന്താണെന്നുള്ളത് നമ്മളെപ്പോഴും ഏതൊരു കുട്ടിയും അത് എത്ര ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണെങ്കിലും അവന് പഴമയുടെ നന്മയോടൊരു വല്ലാത്തൊരു സ്നേഹം സൂക്ഷിക്കുന്ന ഒരു നാടാണ് ഇപ്പോഴും. അത് എന്താ പറയുക, നമ്മളുടെ ഇപ്പം നാടകങ്ങളാവട്ടെ, ബാബുക്ക എന്ന് പറയുന്ന ഒരു ഇമോഷൻ ആവട്ടെ, അപ്പം നമ്മളുടെ മേഫിലുകളാവട്ടെ, ഇപ്പോഴും വളരെ സജീവമായിട്ട് അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ കോഴിക്കോട്, ഇപ്പോൾ എൻ്റെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും കോഴിക്കോട്ടുകാരാണെങ്കിൽ പോലും എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് കോഴിക്കോടിനെ കുറച്ച് ദൂരെ നിന്ന് മാറിയുന്നില്ല. കാരണം രണ്ടുപേരും വയനാട്ടിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനും എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ 10th വരെ വയനാട്ടിലായിരുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ വരുന്ന സമയങ്ങളിലായിരുന്നു കോഴിക്കോട് അടുത്ത്. പിന്നെ +1 +2 ആ സമയത്താണ് തിരിച്ച് കോഴിക്കോടേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംഗതി പിന്നെ നമ്മൾ ഏറ്റവും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് വീണ്ടും ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഒരുപാട് അവിടെയുള്ള ഇപ്പോൾ ഗിരീഷേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്താണ് പുത്തഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം. കോഴിക്കോടുള്ള കലാകാരന്മാരും ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഹിമ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ പാട്ടുകൾ എഴുതി തുടങ്ങിയ ആളാണല്ലോ സാറ്. അപ്പം ഡോക്ടർ വന്നതിന് ശേഷം രചനയിലും അതുപോലെ എഴുത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലും സാറിന് ഉണ്ടായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ജീവിതത്തിൽ ഓഫ് കോഴ്സ് എന്താ പറയുക, നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ പോലും അറിയാതെ കുറേ കാര്യങ്ങൾ മാറുമല്ലോ. എന്താ പറയുക, നമ്മൾ പണ്ടെന്ന് പറയുന്നത് നമ്മളൊന്നും നോക്കാതെ ഉള്ള ഒരു ചാട്ടമാണല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ഒരാളെ കൂടി കെയർ ചെയ്യുന്നു, ഒരാളെ കൂടി ചിന്തിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇതിനകത്തേക്ക് വരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ അത് ലൈഫിലെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ആ മാറ്റം. പിന്നെ പാട്ടിലേക്ക് വരികയാണെങ്കിൽ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ല, നമ്മൾ ഒരു അപ്ലൈഡ് ആർട്ടാണ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർക്ക് എന്താണോ വേണ്ടത്, അതിൻ്റെ സംവിധായകർ അതെങ്ങനെയാണോ വേണ്ടത്, ആ രീതിയിൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് പണ്ട് നമ്മളൊരു പാട്ട് എഴുതുന്നു എന്നുള്ളത് അതവിടെ കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം ഈ എന്താ പറയുക, നമ്മുടെ കൂടെ ഒരാളുണ്ടാവുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സമയത്താണെങ്കിലും ഇത് എങ്ങനെ ഉണ്ടാകും, ഈ പാട്ട് എങ്ങനെ ഉണ്ടാകും, അഭിപ്രായം ചോദിക്കാനുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറെ ബഹളങ്ങൾക്കിടയിലൊക്കെ ഒന്ന് പാട്ട് എഴുതുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അടുത്തിരുന്ന് പാട്ട് എഴുതുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അഭിപ്രായം ചോദിക്കാനുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു പാട്ട് ആദ്യം കേൾക്കുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടാവുക. പിന്നെ ആ ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾക്കൊരു പാട്ട് എത്ര ഹിറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിയുണ്ട്, അത് അത്ര വരെ ഓക്കെ നമുക്കറിയാം അത്. പക്ഷെ അതല്ല, നമ്മളെക്കാൾ അപ്പുറത്തേക്ക് അതിനെ സന്തോഷിക്കാൻ ഒരു കൂടെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മനു മഞ്ജിത്ത് എൻ്റെ 2 കുട്ടികളിലെ മൂത്ത മനു മഞ്ജിത്താണ്. മനു മഞ്ജിത്ത് ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിൽ നല്ല താല്പര്യത്തോടു കൂടി പഠിച്ചൊരു കുട്ടിയാണ്. BHMS കഴിഞ്ഞതിന് ശേഷമാണ് ഈ കലാരംഗത്ത് മറ്റ് ചില കലകളിലേക്ക് താല്പര്യം കാണിച്ചതിന് പുറമെ പാട്ട് എഴുതുക എന്ന ഒരു അഭിരുചി ഉണ്ടായി തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് എഴുതിയ ഓം ശാന്തി ഓശാന എന്നൊരു സിനിമയിൽ പാട്ട് എഴുതി അത് ജനങ്ങൾ ഉൾക്കൊണ്ടതോട് കൂടിയിട്ട് അതൊരു ആവേശമായി മാറുകയും ആ ആവേശത്തിൽ നിന്ന് അവൻ്റെ സുഹൃത്ത് വലയങ്ങളിലൂടെ അത് വ്യാപിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കലായിട്ട് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആണ് സിനിമാ ഗാനരചനയിലേക്ക് അവൻ വളർന്നു വരുന്നത്. അതായത് 5-6 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് മിമിക്രി, മോണോആക്ട്, നാടകം, സ്കിറ്റ് ഇതിലൊക്കെ പങ്കെടുത്തിരുന്നത്. കൂടുതൽ അവൻ തന്നെ അതിൽ മുന്നിട്ട് ഇറങ്ങിയിട്ട് കുട്ടികളെ സംഘടിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതിൽ വലിയ താല്പര്യം. അതിന് അത്യാവശ്യം എഴുതുമായിരുന്നു, ലേഖനങ്ങളൊക്കെ, മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലായിരുന്നു. അപ്പം കലാപരമായിട്ട് കൂടുതൽ, പ്രത്യേകിച്ച് ഈ അനുകരണ കലയിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു. പിന്നെ അത് കേൾക്കാനും ഈ സിനിമാല തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമൊക്കെ കാണാനും കേൾക്കാനൊക്കെ
വലിയ താല്പര്യമായിരുന്നു ചെറിയ പ്രായത്തിലെ. ഹോമിയോ കോളേജിൽ എത്തിയതിന് ശേഷമാണ് ഗാനരംഗത്തേക്ക് സജീവമായിട്ട് എത്തിയത്. അതിന് മുന്നേ എഴുതാറുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ആരെയും കാണിക്കാറൊന്നുമില്ല, നമ്മൾ കാണാറുമില്ല. പക്ഷേ അതൊക്കെ അവരുടെ ശേഖരത്തിലുണ്ടായിരുന്നു. അവൻ്റെ പഴയകാല സുഹൃത്തായ മിഥുൻ മാനുവൽ ആയിട്ടുള്ള ബന്ധമാണ് പിന്നീട് സിനിമാ ഗാനരംഗത്തേക്ക് അവൻ ചൂടിറക്കാനുള്ള കാരണമായത്. പിന്നീട് അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഗാനങ്ങൾ കുറേ എഴുതി. ഒരുപാട് പ്രണയഗാനങ്ങൾ, വളരെ നല്ല പ്രണയഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണല്ലോ സാറ്. അപ്പൊ സാർ എങ്ങനെയായിരുന്നു ഇത്? സാറിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് കൂടിയാണോ അല്ലെങ്കിൽ സിനിമ ആവശ്യപ്പെട്ടതും ആവാം? അല്ല, അത് സിനിമയ്ക്ക് പാട്ടെഴുതുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നും അതിൻ്റെ കഥാപരിസരങ്ങളിൽ നിന്നുള്ള പാട്ടെഴുത്ത് തന്നെ നടക്കുള്ളൂ. അപ്പോൾ ഇപ്പം ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളും അതേ സിറ്റുവേഷനിലൂടെ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നമ്മുടെ എഴുത്തുകളിൽ വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, അങ്ങനെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. നമുക്ക് സിനിമയിൽ നമ്മളെ ഇപ്പം അല്ലാതെ പിന്നെ നമുക്ക് ജനറൽ ഇപ്പം എന്താ പറയുക, ഇപ്പം പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക പ്രേമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ വാട്സപ്പ് ഒന്നും അത്ര സജീവമായില്ല. കത്തുകളൊക്കെ ആയിരിക്കും അന്നൊക്കെ. അല്ല, അത് പണ്ടാണ്, അത്ര വയസ്സായൊന്നുമില്ല. അത് ശരി. അപ്പോ അതല്ല, മൊബൈൽ ഫോൺ, സാധാരണ മൊബൈൽ ഫോൺ മെസ്സേജ് ഫോണല്ലേ. അപ്പൊ ഈ എന്താ പറയാ, നമ്മളിപ്പോ ഈ ഇപ്പം രാവ് പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി എന്നൊക്കെ ഉള്ളത് സിറ്റുവേഷൻ, അങ്ങനെ എന്താ പറയാ, നമ്മുടെ നീലനിലവേ എന്നുള്ള പാട്ടിൽ ഒക്കെ വന്ന സമയത്ത്, അപ്പൊ അതൊക്കെ നമ്മൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതല്ലാതെ നമ്മളൊരു ആത്മപ്രകാശനം എന്നുള്ള നിലയിലൊന്നും നമ്മൾ. സാറിന്റെ പാട്ടുകളിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ, ഇപ്പൊ ഈ പറഞ്ഞ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അതിൽ കൂടുതലായിട്ടും പൂമാതെ പൊന്നമ്മ എന്നുള്ള പാട്ട് സിത്താര ചേച്ചി കമ്പോസ് ചെയ്ത ഉടലാഴത്തിലെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. അപ്പൊ അതിലേക്ക് എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു ആ പാട്ട് എഴുതാനുള്ള ഒരു സാഹചര്യം? അല്ല, അതെനിക്ക് തോന്നുന്നു ഒരു വെറും സൗഹൃദത്തിന്റെ ഒരു, സിത്താര മിഥുനാണ് അത് കമ്പോസ് ചെയ്തത്. മിഥുൻ ചേട്ടൻ. അപ്പം വളരെ അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടുപേരും. അപ്പോൾ അവർക്കും എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്കും കുറച്ചൊരു ഇൻഡിപെൻഡൻറ്റ് സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു കമേഴ്ഷ്യൽ അങ്ങനത്തെ ഒരു ലൈനല്ലല്ലോ, കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂസിക്കിലും അവർക്ക് ആ ഫ്രീഡം കിട്ടിയിരുന്നു ആക്ച്വലി, അങ്ങനത്തെ ഒരു ഫോക്ക് ഒരു സംഗതി റെപ്രസെൻ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത്. അപ്പോൾ അവർക്ക് നമുക്ക് ആ കഥ, പൂമാതെ പൊന്നമ്മയുടെ ഒരു കഥ നമുക്ക് പുതിയ രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. ഇത് ഈ പൂമാതെ പൊന്നമ്മ പാട്ട് കിട്ടാലും എന്നൊക്കെ ഉള്ളത് ഓൾറെഡി ഉള്ള, നമ്മൾ ആ ഭാഗത്തൊക്കെ അത്രയും കാലങ്ങളായിട്ട് നമ്മൾ കേട്ട്, മീൻസ് ഒരു താരാട്ട് പാട്ട് പോലെ എത്രയോ കാലങ്ങളായിട്ട് പാടി കേട്ടിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു കോണ്ടന്റ് കൂടെ എങ്ങനെ പറയാം എന്നുള്ളൊരു, അപ്പോൾ അതിന് ഈ പറയുന്നൊരു ഫ്രീഡമായിരുന്നു. അതായത് നമുക്ക് ഒരു സിനിമ പാട്ടിൻ്റെ അങ്ങനത്തെ ഒരു ചിട്ടവട്ടങ്ങളിൽ നമുക്കത് എങ്ങനെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ ആശയം എങ്ങനെ പറയാം, നമ്മൾക്ക് അതിനുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ, അപ്പോൾ അവർ തന്നൊരു ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മൾ എഴുതിയതാണ്. അത് ഈ പറഞ്ഞ പോലെ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അതൊക്കെ ഒരു ഓഫ് ബീറ്റ് എന്ന് പറയുന്ന പോലെ പോകുന്നു വിചാരിച്ചു. പക്ഷെ ആളുകൾ ഒരുപാട് ഇപ്പൊ തന്നെ നമ്മൾ ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ ആ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന, അപ്പൊ അതൊക്കെ തന്നെയാണ് ഓരോ വരികളും ശരിക്കും ഭയങ്കര നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. രണ്ടുപേരും പാടിക്കോളൂ, പാടാറിയുന്ന ആളല്ലേ. തീർച്ചയായും. പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല്, പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല്, കരയുന്ന കുഞ്ഞമ്മണിഞ്ഞുറങ്ങും, കരയുന്ന കുഞ്ഞമ്മണിഞ്ഞുറങ്ങും. കോടമഴക്കാറിൽ കണ്ണൊന്നെഴുതി പെണ്ണ്, നല്ല പനങ്കൂല മുടി മാടിക്കെട്ടി പെണ്ണ്, മാടത്തിൻ ചേതിയില് ചെന്നങ്ങിരിക്കണൊപ്പം, മാനത്തെ അമ്പിളി നാണിച്ചോളിച്ചു നിൽക്കും നീ. പാട് പൂമാതെ, പാട് പൂമാതെ, പാട് പൂമാതെ, പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല്, പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല്, കരയുന്ന കുഞ്ഞമ്മണിഞ്ഞുറങ്ങും, കരയുന്ന കുഞ്ഞമ്മണിഞ്ഞുറങ്ങും. സാറിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പലതും ചിലപ്പം ചിലത് നമ്മൾ കേൾക്കുമ്പം അത് കിട്ടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അത് കിട്ടാതെ പോയല്ലോ എന്നുള്ളൊരു അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
പറഞ്ഞപോലെ എനിക്ക് തോന്നുന്നു ഈ നമ്മള് പാട്ട് കേൾക്കുമ്പോഴും അത് ആരെ എഴുതിയത് എന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ കല്യാണത്തിന്റെ മുന്നെയാണ് പറയുന്നത് ആരാണ് എഴുതിയത്, ഗാനരചന ആരാന്നൊന്നും ശ്രദ്ധിക്കാറില്ല. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇപ്പൊ 100 സിനിമയിലേറെ എഴുതി, എന്നിട്ടും ചിലപ്പോ ഇങ്ങനെ പേര് പറയുമ്പോ ചിലപ്പോ ആർക്കും അങ്ങനെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ അറിയുന്നില്ല എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ, അതുപോലെ മിന്നൽ മുരളിയിലെ ഉയിരെ, അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എന്തെങ്കിലും ഒരു അവാർഡൊക്കെ കിട്ടേണ്ട ഒരു പാട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഭാര്യ എന്ന് പറയുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിലെ ഏറ്റവും കീ പോയിന്റ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലി, ഒന്നാമത് പ്രൊഫഷൻ പാഷൻ രണ്ടും കൂടി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു പണിയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ അങ്ങനത്തെ എന്താ പറയുക, നമ്മുടെ ഭാര്യയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു പണിയല്ല. കാരണം കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട്, അവരുടെ കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ്. പൊന്നിൻ കണിക്കൊന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ കനവിൽ